Hello dears, welcome back to our channel. ഇന്ന് നമ്മൾ പട്ടുസാരിയുടെ ബ്ലൗസിൻ്റെ ഒരു ഡിസൈനിങ് വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഗോൾഡൻ കളർ ഹാഫ് ബീഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ആൻറ്റിക് കളർ ഷുഗർ ബീഡ്സും വൈറ്റ് കളർ സ്റ്റോണും എടുത്തിട്ടുണ്ട്. ബ്ലൗസിൻ്റെ നെക്കിലാണ് ഞാനിവിടെ ആദ്യം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ഇഞ്ച് ഗ്യാപ്പിലാണ് ഞാനിവിടെ നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ മാർക്ക് ചെയ്തതിൻ്റെ നടുക്കായിട്ട് ഒരു 4 ഇഞ്ച് ഗ്യാപ്പിൽ സ്റ്റോൺ ഒട്ടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ 4 ഇഞ്ച് ഗ്യാപ്പിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി സ്റ്റോൺ ഒട്ടിക്കാനായിട്ട് ഫാബ്രിക് ഗ്ലൂ, ഇതുപോലത്തെ ഫാബ്രിക് ഗ്ലൂ ആണ് ആവശ്യം. മാർക്ക് ചെയ്ത എല്ലായിടത്തും നമ്മൾ ഈ സ്റ്റോൺ വെച്ച് ഒട്ടിക്കണം. ഇനി നമുക്ക് മാർക്ക് ചെയ്തതിൻ്റെ ഉള്ളിലായിട്ട് വർക്ക് ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആൻറ്റിക് ഗോൾഡൻ ബീഡ്സ് ആദ്യം എടുക്കുന്നുണ്ട്. അത് നമ്മൾ ആദ്യം ആ ബോർഡർ ഫില്ല് ചെയ്ത് കൊടുക്കുക. ബോർഡർ ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ബീഡ്സ് വെച്ച് കൊടുക്കാനായിട്ട് കുറച്ചും കൂടി എളുപ്പമുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബീഡ്സ് വർക്ക് ചെയ്യുമ്പോൾ ആദ്യം ബോർഡർ ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ കുറച്ച് തിക്കായിട്ട് ബീഡ്സ് വെച്ച് കൊടുക്കുന്നതുകൊണ്ട് 2 ബീഡ്സ് വെച്ചിട്ടാണ് എടുക്കുന്നത്. ആൻറ്റിക് ബീഡ്സ് നമ്മളിവിടെ കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഇടയിലായിട്ട് ഗോൾഡൻ കളറ് ഹാഫ് ബീഡ്സ് ഇടയിലായിട്ട് വെച്ച് കൊടുക്കണം. ഗോൾഡൻ ഹാഫ് ബീഡ്സ് നേരത്തെ വെച്ച് കൊടുത്തതുപോലെ തന്നെ ആൻറ്റിക് ബീഡ്സ് കുറച്ച് വെച്ച് കഴിയുമ്പോൾ ഒരു 1.5 ഇഞ്ച് ഗ്യാപ്പിൽ ഗോൾഡൻ ഹാഫ് ബീഡ്സും വെച്ച് കൊടുക്കുക. ഇപ്പം നെക്ക് ലൈനൊക്കെ ബീഡ്സൊക്കെ വെച്ച് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടിയിലേക്ക് സ്പ്രെഡ് ചെയ്ത് എടുക്കുന്ന രീതിയിൽ വേണം ബീഡ്സ് വെക്കാനായിട്ട്. അപ്പം ഞാനിതാ ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് ബീഡ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. തൊട്ടടിയിലായിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ബീഡ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ആദ്യത്തെ ലെയർ ഞാനിവിടെ ചെയ്ത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ലെയറാണ്. അതും നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ബീഡ്സ് വെച്ച് കൊടുക്കുക. അപ്പോൾ രണ്ടാമത്തെ ലെയർ ചെയ്യണതിൻ്റെ ഇടയിൽ തന്നെ ഗോൾഡൻ കളറ് ഹാഫ് ബീഡ്സും വെച്ച് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ 2 ലെയർ ചെയ്ത് കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ലെയറും മുമ്പ് ചെയ്ത ആ സെയിം തന്നെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ബീഡ്സ് വെച്ച് കൊടുക്കുക. അങ്ങനെ 3 ലെയറും ഒരേ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ചെയ്തേക്കുന്നത്. ഇനി നാലാമത്തെ ലെയർ ചെയ്യുമ്പോൾ നമ്മൾ മുമ്പ് ചെയ്തതിനെക്കാട്ടും ഒരു 1/2 ഇഞ്ചെങ്കിലും ഗ്യാപ്പ് ഇട്ടിട്ട് ബീഡ്സ് വെച്ച് കൊടുക്കണം. ഇനി നമ്മൾ 5ാമത്തെ ലെയറാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യുമ്പോൾ 1 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ബീഡ്സ് വെച്ച് കൊടുക്കുക. അങ്ങനെ ഇപ്പോൾ ബ്ലൗസിലത്തെ നെക്കിലുള്ള ബീഡ്സ് വർക്കൊക്കെ ഇപ്പോൾ കഴിഞ്ഞു. ഇനി നമുക്ക് ബീഡ്സ് സ്പ്രെഡ് ചെയ്തതിൻ്റെ ഇടയിലായിട്ട് സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഇത്രയും ഗ്യാപ്പിൽ സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബീഡ്സ് വർക്ക് ചെയ്തതിൻ്റെ ഇടയിലായിട്ട് ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ ഈ ഒരു പീക്കോക്ക് ഗ്രീൻ കളറ് സിൽക്ക് ത്രെഡാണ് എടുക്കുന്നത്. ഇതൊരു 5 ലെയർ എടുക്കുന്നുണ്ട്. ഇങ്ങനെ 5 ലെയർ ത്രെഡ് എടുത്തിട്ട് 2ആക്കി മടക്കി അടിയിൽ നോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കതൊരു 10 ലെയറായിട്ട് കിട്ടും. ഇനി നമുക്ക് നെക്കിൽ ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ നെക്ക് ലൈനിൽ ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ബീഡ്സ് സ്പ്രെഡ് ചെയ്ത ഭാഗത്ത് ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ നമ്മുടെ ബ്ലൗസ് ഡിസൈനും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.